ഹരേ കൃഷ്ണ. എല്ലാവർക്കും ലിബിദാസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 3 മാസം കൊണ്ട് പണിയാനും അഴിച്ചു വിറ്റാൽ കാശും കിട്ടുന്ന കേരളത്തിലെ ഭാവി വീടുകളെ പറ്റിയാണ്. ഭാവി കേരളത്തിന്റെ കെട്ടിട നിർമ്മാണ രീതി എന്ന് വിശേഷിപ്പിക്കുന്ന LGSFS, അതായത് ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചർ, ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകൾക്ക് കേരളത്തിൽ പ്രചാരമേറുന്നു. കോൺക്രീറ്റ് ഒഴിവാക്കി സ്റ്റീൽ ഫ്രെയിമും ഫൈബർ സിമന്റ് ബോർഡുകളും ഉപയോഗിക്കുന്ന രീതിയാണിത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടിത്തറ കെട്ടിയ ശേഷം ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിം സ്ട്രക്ചർ കൊണ്ട് പ്ലാൻ പ്രകാരം ചട്ടക്കൂട് പണിയുന്നു. ഇതിൽ ഫൈബർ സിമന്റ് പാനലുകൾ സ്ക്രൂ ചെയ്ത് ഘടിപ്പിച്ച് ഭിത്തികൾ നിർമ്മിക്കുന്നു. മേൽക്കൂരയും ഇതുപോലെ പ്രസ് ചെയ്ത് ഫൈബർ സിമന്റ് ബോർഡുകൾ ഉപയോഗിച്ച് ഘടിപ്പിക്കുന്നു. മുകളിൽ ഭംഗിക്ക് ഓടോ ഷിംഗിൾസോ വിരിക്കുന്നു. അകത്തളങ്ങൾ ഫൈബർ സിമന്റ് ബോർഡുകൾ കൊണ്ട് വേർതിരിക്കുന്നു. ഭിത്തി വെട്ടിപ്പൊളിക്കേണ്ടാത്തതിനാൽ വയറിംഗ്, പ്ലംബിംഗ്, കൺസീഡ് ശൈലിയിൽ എളുപ്പമായി ചെയ്യാം. ഇനി LGSFSന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഭാരം കുറഞ്ഞ നിർമ്മിതിയാണിത്, അതിനാൽ ബേസിക് ഫൗണ്ടേഷൻ മതിയാകും. 3 മാസം കൊണ്ട് കുറച്ച് പണിക്കാരെ ഉപയോഗിച്ച് വീട് പൂർത്തീകരിക്കാം. ഇതേ ചതുരശ്ര അടിയിൽ കോൺക്രീറ്റ് പണിയുന്നതിന്റെ ഏകദേശം പകുതി ചെലവ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. കോൺക്രീറ്റ് വീടിനെ പോലെ ക്യൂറിംഗ് ആവശ്യമില്ലാത്തതിനാൽ വാർക്കലിന് ശേഷം വെള്ളമൊഴിക്കൽ തുടങ്ങിയ പരിപാടികൾ ഒഴിവാകുന്നു. പരിസ്ഥിതി സൗഹൃദം ആവശ്യമെങ്കിൽ അഴിച്ചെടുക്കാം. അകത്തളത്തിൽ പരീക്ഷിക്കാം, മറ്റൊരിടത്ത് പുനഃപ്രതിഷ്ഠിക്കാം. നിർമ്മാണ സാമഗ്രികളുടെ വേസ്റ്റേജ് ഇല്ല. സ്റ്റീലിന്റെ വില ഉയരുന്നതിനാൽ റീസെൽ വാല്യൂ ഉറപ്പ്. ഇത് ഭൂകമ്പം, തീപിടുത്തം എന്നിവയെ പ്രതിരോധിക്കുന്നു. ചുമരുകളുടെ കനം കുറയുന്നത് വഴി 1000 സ്ക്വയർ ഫീറ്റ് എടുത്താൽ 1000 സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റ് ഏരിയ അധികമായി ലഭിക്കുന്നു. മികച്ച ഊർജ്ജക്ഷമത. തെർമൽ ഇൻസുലേഷൻ ഉള്ളതിനാൽ അകത്തെ ചൂട് കുറവ്. അപ്പോൾ ഈ ഭാവി വീടുകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്.